ചക്ക ചിപ്സിൽ നിന്ന് ഒരു തോരനുണ്ടാക്കിയാലോ? ചക്ക ചിപ്സിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് പൊതിരാനായിട്ട് 1/4 മണിക്കൂർ മാറ്റി വയ്ക്കാം. 1/4 മണിക്കൂറിന് ശേഷം ചിപ്സ് നന്നായി പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളിയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴന്നതിന് ശേഷം പൊതിരാൻ മാറ്റി വെച്ച ചക്ക ചിപ്സ് ഇതിലേക്ക് ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ചിരികെ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചക്ക ചിപ്സിൽ നിന്നും ചക്കത്തോരൻ റെഡിയാക്കി എടുക്കാം.